ഒരു വിളി കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു അണലിയുടെ കുഞ്ഞ് മട കാലി കടിച്ചിട്ട് എഴിഞ്ഞു പോണതാണ്. അവർ കടിക്കുന്ന സമയത്ത് എത്ര വിഷമുണ്ടോ അത് മുഴുവൻ കുതികയറ്റും. ആളുകൾ വിചാരം കുഞ്ഞുപാമ്പുകൾക്ക് വിഷമില്ല, വിഷമുണ്ട്, അത് നമുക്ക് ഡേഞ്ചറാണ്. ഇവിടെ ഒരു കുഞ്ഞു പാമ്പായിരുന്നു. മുൻപ് ഒരുപാട് പേര് ഈ കാട്ടിക്കൂട്ടിൽ നടത്തിയിട്ട് പരലോകം പോയി ഒരുപാട് ആൾക്കാരുണ്ട്. പേജിൽ തന്നെ ലൈവ് മിക്കവാറും ഞാൻ ലൈവ് ഇടാറുണ്ട്. ലൈവ് ഇടുന്നതെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നു, വരാനുള്ള സാധ്യത എന്താണ്, അതിനുവേണ്ടിയാണ് പേജ്. വിഷമില്ലാത്ത പാമ്പുകൾ ചേരാ, നീർക്കോലി, പിന്നെ അങ്ങനത്തെ പാമ്പുകളൊക്കെ നമ്മൾ തന്നെ റിലീസ് ചെയ്യും. വിഷമുള്ള അമ്മ അവർക്ക് സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് തുള്ളി വെക്കുന്ന ചാക്കിന്റെ ഇടയിൽ നിന്നാണ് അണലീനെ മിക്കവാറും അവർക്ക് കിട്ടുന്നത്. വിഷപ്പാമ്പുകൾ ഉണ്ടല്ലോ, കിണറിന്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കാമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. മാർഷലിനോട് മകടി പറഞ്ഞിട്ടുണ്ട്, ഇതില് ഇവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളൊരു പാമ്പിനെ പിടിക്കാൻ വന്നേക്കാണ്ട, ഞാനല്ല, സ്നേക് ഹണ്ടർ മല്ലു റിൻഷാദൊക്കെയാണ് ഇന്ന് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഷൂട്ടാണ്. റിൻഷാദക്ക നമസ്കാരം. നമസ്കാരം. യെസ്, തിരക്കാണ്. തിരക്കെന്ന് ചില്ലറ തിരക്കൊന്നുമല്ല, ഒരു പാമ്പിനെ ഞങ്ങൾ പിടിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ പാമ്പാണല്ലോ ഇത്, ചെറുതുമല്ല നല്ല വലുതുമല്ല, ഒരു ഇടത്തരത്തും പറയാൻ പറ്റില്ല. ഒരു മൂർഖനാണ്. ഇവിടെ നമ്മുടെ ഈ കിളിക്കൂണ്ടകത്ത് കയറിയിട്ട് ഇവരുടെ ഇഷ്ടഭക്ഷണമാണ് മുട്ടയും കിളികളും. അപ്പൊ അതിനെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ അകത്ത് കയറി വഴി പുള്ളി മറന്നുപോയി. വഴി മറന്ന് മൂർഖെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മുപ്പതിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനെടുക്കാനുള്ള ശ്രമമാണ്. ഭയങ്കര പാടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ആ ഒരു 2 ലെയറിന്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പാമ്പ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാടാണ്. 2 കിളികളെ ഓൾറെഡി ആള് കഴിച്ചിട്ടുണ്ട്, വിശപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കണേ? ആള് പുറത്തേക്ക് പോകുമോ അതോ നമുക്ക് ഇവിടെ തന്നെ മാക്സിമം നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ തന്നെ എടുക്കാൻ പറ്റും. കുഞ്ഞി പാമ്പായിരുന്നല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചു വേണം. എന്ന് വെച്ചാല് ഇവരുടെ ലെങ്ത് കുറവാണ്ട് തിരിച്ച് കയ്യിലോട്ട് കടിയിട്ടാണ് സാധ്യതയുള്ള. അത് നമ്മുടെ ബിഗ് 4 വരുന്ന മൂർഖനാണത്, അത്യുഗ്രവശമുള്ളത്. കുറച്ച് സമയം എടുക്കും. എന്തായാലും നമ്മള് ആ ഒരു നമ്മുടെ ഗൈഡ് ലൈൻ രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. കുഞ്ഞായതുകൊണ്ടാണ്. കുഞ്ഞെന്നല്ല, ഏത് പാമ്പിനെ എടുക്കുന്ന നമുക്കൊരു സർപ്പ എന്നുള്ള സംവിധാനത്തിന് കീഴിൽ വരുന്ന റെസ്ക്യൂവേഴ്സാണ് ഞാനൊക്കെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ. അപ്പൊ നമുക്ക് അതിനെ പിടിക്കുന്ന രീതിയൊക്കെ നമുക്കുണ്ട്. ആ രീതിയിൽ മാത്രം നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇപ്പൊ പല ആളുകളും എന്താ പറയാ, വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ കാണിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല. നമ്മുടെ പേജിൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെ മുൻപ് ഒരുപാട് പേര് ഈ കാട്ടിക്കൂട്ടിൽ നടത്തിയിട്ട് പരലോകം പോയി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ കേസ് കുറവാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കണേ മിക്കവാറും പാമ്പിനെ വെച്ച് സ്റ്റണ്ട് നടത്തിയിട്ട് കടി കിട്ടുകയും ജീവൻ പോണ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ട് കൊണ്ടുവന്നേക്കുന്ന സംവിധാനമാണ് ഈ സർപ്പ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ പാമ്പിനെ പിടിക്കണം, ഏത് രീതിയിൽ പിടിക്കണം. മുമ്പൊക്കെ തലയിൽ പിടിക്കുക, ഒപ്പന കളിപ്പിക്കുക, പരിപാടികളൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ഉമ്മ വയ്ക്കണം. ഇപ്പൊ അതൊന്നുമില്ല, നമ്മളൊന്നും കാണാനില്ല. അതെല്ലാം ഇത് വന്നതോടുകൂടി അവരെല്ലാം എന്താ പറയണ്ട, സർക്കാരിന്റെ വാച്ചിങ് ലിസ്റ്റിൽ വന്നു. ഇങ്ങനെ ആ പരിപാടിയൊക്കെ ഇവിടെ നിന്ന് നമ്മള് കണ്ടിട്ടുള്ളത് കൂടുതലും വാവാ സുരേഷിന്റെ വീഡിയോസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു രീതിയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇതൊരു വന്യജീവിയാണ്. പാമ്പ് എന്ന് പറയുന്ന വന്യജീവി മനുഷ്യരുടെ ഒരിക്കലും ഇണങ്ങൂല. അതിനെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന്റെ ദേഹത്ത് തൊടുന്ന പോലെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു, ഞാനിപ്പോ ഇത് എന്റെ കമ്പി, എന്റെ സ്റ്റിക്ക് ഇതാണ് എന്റെ ടൂള്. പക്ഷെ അത് ആ ചെറിയ വെട്ടുന്നത് കിടക്കാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യണേണ്. ഇത് ഞാൻ ദേഹത്ത് തൊടുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടമല്ല. ആ സാധനത്തിന് വേണം നമ്മൾ ഈ പറഞ്ഞ മുമ്പിൽ വെച്ചിട്ട് ഉമ്മ വെക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക, അങ്ങനെ കാണിക്കാന്ന് വെച്ചാല് വല്ല നമ്മളിപ്പോ നാട്ടിലിപ്പോ ആനയുടെ കാര്യം പറഞ്ഞില്ലേ, എന്ന പോലെ തന്നെയാണ് ഈ ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കുന്ന വിഷുവില്ലേ, അതുപോലെ ഇതിന്റെ മേത്ത് ശരീരത്തിൽ വന്നിട്ട് നമ്മൾ തൊടുന്ന അതിനൊട്ടും ഇഷ്ടമല്ല. ഇത് ശീതരക്തമാണ്, നമ്മള് ഹോട്ട് ബ്ലഡഡ് ആണ്. അത് തൊടുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം അതിനറിയാൻ പറ്റും. ഇപ്പോ എന്താ പറയാ, അവര് സ്വതന്ത്രരായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഈ ഇങ്ങനെയൊക്കെ പെടുമ്പോഴേക്കും അവർക്ക് തൊടുന്നതും കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. വൈൽഡ് അനിമലാണ്. അവരെപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനും ഈ പറഞ്ഞ പോലെ അതിന് ഫാമിലി ലൈഫും ഇല്ലാത്ത ജീവിയാണ്. ഫാമിലി ലൈഫ് മീൻസ് എണ്ണ ചേരുന്ന സമയത്ത് ഒഴികെ ബാക്കി അത് കഴിഞ്ഞാല് ഇവരുടെ കാര്യം നോക്കി പോവാ. ആണ് വേറെ പെണ്ണ് വേറെ. അല്ലാതെ അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇപ്പൊ പലരും ഇപ്പോ ബോൾ പൈത്തന്നെ അവരെടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ വേറെ ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം.
അപ്പോഴാണ് നമ്മൾ ഈ വിഷമുള്ള പാമ്പിനെ വെച്ചിട്ട് കയ്യിൽ വെക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ മൂർഖനും ചേരയും തമ്മിലാണ് ചേരെന്ന് പറയണതൊക്കെ വെറുതെ തട്ടിപ്പല്ല അതൊക്കെ. അത് പലരും പറയാറുണ്ട്. സംഗതി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായി. അതായത് 2 ചേരകൾ തമ്മിൽ ഇവർ തമ്മിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് അതിർത്തി തർക്കം, പാമ്പുകൾ തമ്മിൽ. അതെല്ലാ പാമ്പുകളും തമ്മിലുണ്ട്. ഒരു ഏരിയയിൽ ഒരു പാമ്പായിരിക്കും, അവർക്കൊരു ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഇപ്പൊ എക്സാമ്പിൾ ഇട്ടത് ചേരയുടെയാണ്. ഒരു ചേരുള്ളടത്ത് വേറെ ചേര തന്നെയാണെങ്കിൽ അവർ തമ്മിലൊരു ആ സ്ഥലത്തിന് ഒരു അടി ഉണ്ടാവും. രണ്ടാമത്തെ അടി എന്ന് വെച്ചാൽ ഇവർ എണ്ണ ചേരുന്ന സമയത്താണ്. ഒരു ഫീമെയില് പാമ്പില്ലേ, അവര് എണ്ണ ചേരുന്ന സമയമാകുമ്പോൾ ഒരു ഫിറമോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി, അതായത് അല്ല ഒരു ഹോർമോൺ എന്ന് പറയില്ലേ, എന്ന പോലെ ആ ഒരു ഇത് പുറപ്പെടുവിക്കുമ്പോൾ അത് സെൻസ് ചെയ്തുകൊണ്ട് വേറെ ആൺപാമ്പുകൾ വരും. അപ്പോൾ ഒരേ സ്ഥലത്ത് 3-4 പാമ്പുകളൊക്കെ ഉണ്ടാവും. ഒരു പെൺപാമ്പും 3-4 ആൺപാമ്പുകളുണ്ട്. അവർ തമ്മിൽ ഫൈറ്റ് കിടക്കും. അവർ തമ്മിൽ ഫൈറ്റ് കിടന്നിട്ട് ആരാണ് അതിൽ ജയിക്കണം അതായിട്ടാണ് മേറ്റ് ചെയ്യണം. അതാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റുകൾ നടക്കുന്നത്. അപ്പൊ ഈ ചേരയുടെ ഫൈറ്റ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ ഇട്ടെന്ന് വെച്ചാൽ പറമ്പിൽ കാണും, ഒരു പാമ്പിന്റെ തലയുടെ മേലെ വേറെ പാമ്പിന്റെ തല മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇവരുടെ അതിർത്തി യുദ്ധമാണത്. എണചേരൽ വേറെ രീതിയാണ്. ഏതാണ്ട് ഇതിനോട് സാമ്യത ഉണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ്. ഈ എന്താ പറയാ വെള്ളത്തിൽ വെച്ചൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിലെ എവിടെയോ പോയപ്പോഴും എനിക്ക് ഓർമ്മയില്ല, 2 പാമ്പുകൾ. അപ്പൊ അത് കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ ദോഷാണ് എന്നൊക്കെ പറയണേക്കെ അമ്മയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഒരു മിത്തായിട്ട് എപ്പോഴും നിൽക്കുന്ന കാര്യം. ഒരുപാട് പാമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് കഥകളുണ്ട്. പറഞ്ഞത് തീർത്തില്ല. ഒരിക്കലും ഇവര് തമ്മിൽ മാറിയണ ചേരില്ല, പറഞ്ഞു തീർത്തില്ല. ചേരൻ തമ്മിൽ, മൂർഖൻ തമ്മിൽ, അണലി തമ്മിൽ, അതെല്ലാം എല്ലാം അങ്ങനെ തന്നെ. ഒരിക്കലും ഇവര് തമ്മിൽ മാറി ഇണയില്ല. കാരണം ഇവരുടെ ആ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു കീലോക്ക് സിസ്റ്റമാണ്. വേറെ കീട്ട് തുറക്കാനും പറ്റില്ല, വേറെ പൂട്ടാനെന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം. അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്സ് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ഒരിക്കലും ഇത് മാച്ച് ആവില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകണേ മൂർഖനും ചേരയും കൂടി ഇണചേർന്നിട്ട് വേന്ദ്രം എന്ന് പറഞ്ഞ പാമ്പുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ ആരും അതിന്റെ ഫോട്ടോ കണ്ടിട്ടില്ല, ഒന്നുമില്ല. വേന്ദ്രനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ചേട്ടൻ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ചെയ്തോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇത്തിരി സമയം എടുക്കും, കാരണം ഇത് ആള് ഇവിടെ നിന്ന് വരുന്നില്ല. പേടിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. കുറച്ച് കുറെ നേരം പുള്ളി കിടന്ന് ഓടിയതിന്റെ ക്ഷീണമുണ്ട്. കേറി യെസ്, കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മൾ റെസ്ക്യൂ കഴിഞ്ഞു. ഓ അതെ, നമ്മള് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുണ്ട്. കുറച്ച് നേരം പണിയെടുത്ത്, സോറി, പിടിച്ച ആളെ ഇതിൻ്റെ അകത്തുണ്ട്. പുറത്തെടുക്കേണ്ടി വന്നില്ല, ഇതിലോട്ട് തന്നെ കയറി. കാരണം ഇവര് പ്രത്യേകം വെച്ചാലേ ഇരുട്ടുള്ള സ്ഥലങ്ങളില്ലേ, ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കിയാണ് കയറുന്നത്. അവിടെ ഇപ്പൊ അതിൻ്റെ അകത്ത് പൈപ്പിന്റെ അകത്ത് ഇരുട്ടായതുകൊണ്ട് നേരെ പുള്ളി ഓടി ഇതിൻ്റെ അകത്തോട്ട് കയറി. കുറെ നേരം പണിയെടുത്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് കയറി സേഫ് ആയിട്ടുണ്ട്. ഇത് ചേട്ടൻ എന്ത് ചെയ്യും? ഏതെങ്കിലും കാടുകളിലേക്ക് തുറന്നു? ഇല്ല, ഇപ്പൊ നാളെ ഫോറസ്റ്റിന്റെ വണ്ടി വരും. അവര് വണ്ടി വരും 2 ദിവസം കൂടുമ്പോ RRTയുടെ വണ്ടി വരും, അവർക്ക് കൊടുക്കും. പിന്നെ അവരാണ് ഇതിനെ റിലീസ് ചെയ്യുന്നത്. വിഷമില്ലാത്ത പാമ്പുകൾ, ചേര, നീർക്കോലി, പിന്നെ അങ്ങനത്തെ പാമ്പുകളൊക്കെ നമ്മൾ തന്നെ റിലീസ് ചെയ്യും. വിഷമുള്ള അമ്മ അവർക്ക് കൊടുക്കും. ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ മകുടിയുടെ അല്ലേ, ഇതിന്റെ ഇടയ്ക്ക് മകുടി എടുക്കാൻ മാർഷലിനോട് മകുടി പോകാനൊക്കെ പറയണ്ടേ. ഇതില് ഇവർക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ വൈബ്രേഷൻ, ചവിട്ടുന്ന വൈബ്രേഷൻ സെൻസ് ചെയ്യാനാണ്. അത് വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. പിന്നെ പുറത്ത് നാക്ക് നീട്ടി അവര് എന്താണോ അവിടെയുള്ള മോളിക്കുലർ അതൊക്കെ സെൻസ് ചെയ്ത് അവരുടെ ബ്രെയിനിൽ പോയി ഉള്ള കാൽക്കുലേഷൻ. ഒരിക്കലും മകുടി ഊതി കഴിഞ്ഞാൽ പാമ്പ് വരില്ല. ഒരു ചോദ്യം ചോദിക്കാം. ഈ പറയുന്ന പാമ്പാട്ടികളെല്ലാം തന്നെ കൊണ്ടു നടക്കണ ഈ മൂർഖനെ ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന പത്തിവൃത്തി കണ്ടില്ലേ, പക്ഷെ ഒരിക്കലും ഒരു അണലിയോ അല്ലെങ്കിൽ ഒരു മലമ്പാമ്പിനെയോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെയോ ഒന്നും ഇവർ ഒരിക്കലും മകുടി ഊതി കാണിക്കില്ല. എന്തായിരുന്നു വെച്ചാല് അവരാരിങ്ങനെ നിൽക്കൂല, അവരാരിങ്ങനെ മൂർഖം മാത്രമാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നിൽക്കുള്ളൂ. അതാണ് ഇതിലുള്ള ഒരു അതിന്റെ ഒരു സൂത്രം. അല്ലാതെ ബാക്കി ഒരു പാമ്പും അതാണ് ചെവിടി കേൾക്കൂല എന്ന് പറയുന്നത്. പിന്നെ പാമ്പ് പാല് കുടിക്കില്ല, ദഹിക്കാൻ പറ്റൂല, അവർക്ക് ദഹിക്കില്ല. പാമ്പ് പാല് കുടിക്കും, പാമ്പ് എന്താ പറയാ വഴിപാടുകൾ തന്നെ ഉണ്ടല്ലോ. തൊടുന്നില്ല. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടു വന്നാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ആൾക്കാരിലുണ്ട്. മുമ്പ് നേരെ പോകുന്നത് ഒരു വൈദ്യന്റെ അടുത്തോട്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനും ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ആകെ 43 പേരാണ് മരണപ്പെട്ടാണ്.
അത് ഓൾ ഓവർ ഇന്ത്യയിൽ 50,000 പേര് പാമ്പടിയായിട്ട് മരിക്കുമ്പോൾ കേരളത്തിൽ 43 എത്തിയേക്കുന്നത് സർപ്പ എന്നൊരു സംവിധാനം തന്നെയാണ്. ആളുകളോട് ബോധവൽക്കരണം എത്തി. ഇപ്പോൾ ഉത്തരാകൊല കേസും പിന്നെ നമ്മുടെ ഇവിടെ വയനാട് ഒരു കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പാമ്പ് പിടിച്ചത്. അതിനുശേഷം അല്ല ക്ലാസ്സിൻ്റെ അകത്തൊരു മാളത്തിൽ നിന്ന് വന്നിട്ട് പാമ്പ് പിടിച്ച് അതിനുശേഷമാണ് ഈ സർപ്പ സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ സർപ്പയുടെ വോളണ്ടിയർമാർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ, പിന്നെ കോളേജുകളിൽ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ആര് പറഞ്ഞാലും നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെ എവിടെ പോകണം, അതായത് ഒരു പാമ്പ് കടിയായിട്ട് എന്ത് ചെയ്യും, പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ ബോധവൽക്കരണം നടത്തിയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പറഞ്ഞ 43 എത്തിയെന്നുള്ളത്. നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി. ഇനി ആ പാമ്പിന്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും അമ്മയോ അച്ഛനോ ആരെങ്കിലും വന്നാലോ? അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം, ഫാമിലി ലൈഫ് പാമ്പുകൾക്കില്ല. അവരാകെ ആ 2 സമയങ്ങളിൽ, ഒന്ന് എണ്ണ ചേരുന്ന സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യണ സമയത്ത്, ആ സമയത്ത് മാത്രമേ ഇവരെ വരുള്ളൂ. ബാക്കി സമയങ്ങളിൽ ഇവര് യാതൊരു ബന്ധമില്ല. നമ്മൾ പണ്ട് പറയില്ലേ, ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ട ബന്ധം പോലും ഇല്ല പറയില്ലേ, അങ്ങനെ ഇവർ ആ എണ്ണ ചേരുന്ന സമയത്ത് മാത്രമാണ് മെയിൽ ഫീമെയിൽ തമ്മിൽ ആ ഫെറമോൺ സെൻസ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ പോയി മുട്ടയിട്ട് കഴിഞ്ഞാൽ കൂടി പെൺപാമ്പുകൾ ചിലപ്പോൾ അവിടെ ചില കേസുകളിൽ ഇരിക്കാറുണ്ട്. ആൺപാമ്പ് അതിൻ്റെ വഴിക്കും, പെൺപാമ്പ് മുട്ട വിരിഞ്ഞ് കഴിയും, ചിലപ്പോൾ മുട്ടയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെൺപാമ്പ് പോകും. തന്നെയാണ് മുട്ട വിരിയുന്നത്. മുട്ട വിരിഞ്ഞാൽ ഇവർ പലതും പല വഴിക്കാണ്. ജനിച്ച അന്ന് മുതൽ അതുകൂടി പറഞ്ഞാൽ, ജനിച്ച അന്ന് മുതൽ എനിക്ക് പാമ്പുകൾക്ക് ഒറ്റയ്ക്ക് പോരാണ്, അവർക്ക് വിഷമുണ്ട്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷമുണ്ട്, കുഞ്ഞു പാമ്പുകൾക്കുണ്ട് നല്ല വിഷമുണ്ട്. അതായത് ഇപ്പൊ ചേരയൊക്കെ ആണെന്ന് ചേരയ്ക്ക് വിഷമില്ല, ചേരയ്ക്ക് വിഷമില്ല, നീർക്കോലി വിഷമില്ല, മലമ്പാമ്പിന്റെ വിഷമില്ല. മൂർഖനാണെങ്കിൽ വെള്ളിക്കെട്ടൻ, സോസ്കേൾഡ് വൈപ്പർ, അതൊക്കെ നല്ല വിഷമുള്ള പാമ്പുകളാണ്. ബിഗ് 4 എന്ന് പറയുന്നത് ഈ 4 പേരാണ്. ജനിച്ച അന്ന് പോലെ വിഷപ്പാമ്പുകൾ ഉണ്ടാവും. കാരണം അന്ന് പോലെ ഒരു ഇരതി തുടങ്ങി, അന്ന് പോലെ സ്വന്തമായിട്ട് ഇരതേരി തുടങ്ങി. ആ വിഷം കടിച്ച് ഇരയൊക്കെ അടിച്ച് കൊല്ലുന്നു, അതിനെ ഭക്ഷിക്കുന്നു. അന്ന് തുടങ്ങുന്ന പരിപാടിയാണ്. മിക്കവാറും വിചാരം ചെറിയ കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ലാന്ന്. എന്ത് പ്രശ്നം കൂടി എന്ന് വെച്ചാൽ വലിയ പാമ്പുകൾക്ക് ഇവരുടെ വെനം ഗ്ലാൻഡ്, അതായത് പല്ലിന്റെ പുറകിലാണ്, അതിന് പറഞ്ഞ കംപ്രസർ ഉണ്ട്. ആ കംപ്രസറാണ് ഈ വിഷം. അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വലിയ പാമ്പുകൾക്ക് അറിയാം. ഈ ചില വലിയ പാമ്പുകളുടെ കടിയിൽ മിക്കവാറും ചിലർക്ക് ഡ്രൈ ബൈറ്റ് വരാറുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മക്ക് കടിയിട്ടാണ്, അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. പിന്നെ പറഞ്ഞുതരാം. കടിക്കുന്ന സമയത്ത് എത്ര ഇഞ്ചക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പൊ വലിയ പാമ്പുകൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിരിക്കും അല്ലേ? വലിയ പാമ്പുകൾ എന്ന് വെച്ചാൽ അവരുടെ വിഷം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയുള്ള, അതായത് നമ്മുടെ അവരുടെ വെനംഗ്ലാൻഡിന്റെ പുറകിൽ ഒരു കംപ്രസ് ഉണ്ട്. അത് വെച്ചാൽ എത്ര ഇഞ്ചക്ട് ചെയ്യണം, അതായത് ഇരയുടെ വലിപ്പം അനുസരിച്ച് അത് ഇഞ്ചക്ട് ചെയ്യും. അതിപ്പോൾ ഇരയല്ല, അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ ഇഞ്ചക്ട് ചെയ്യൂല. ഡ്രൈ ബൈറ്റുകളുടെ കേസ് വരാറുണ്ട്. അങ്ങനെ പാമ്പ് കടിച്ചാലും വിഷം കയറാത്ത കേസിന് ഡ്രൈ ബൈറ്റ് എന്ന് പറയാം. കുഞ്ഞു പാമ്പുകളുടെ കേസിൽ എന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു കൺട്രോളില്ല. അവർ കടിക്കുന്ന സമയത്ത് എത്ര വിഷമുണ്ടോ അത് മുഴുവൻ കുതികരും. ആളുകൾ വിചാരം കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ല, വിഷമുണ്ട്, അത് നമുക്ക് ഡേഞ്ചറാണ്. ഇപ്പോൾ ചില കേസുകളിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് രക്ഷപ്പെടുന്നത് കൃത്യമായ ചികിത്സ കിട്ടുന്നതുകൊണ്ടും, പിന്നെ ചില കേസിൽ കടി കിട്ടിയാലും ഈ ഡ്രൈ ബൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ശരിക്കും സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളാണ് ഇപ്പൊ എല്ലായിടത്തും കയറി വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കുഞ്ഞു പാമ്പായിരുന്നു വീടുകളുടെ അകത്ത് കയറി വരുന്നത്. നമ്മളെ പേജിൽ തന്നെ ലൈവ് മിക്കവാറും ലൈവ് ഇടാറുണ്ട്. ലൈവ് ഇടുന്നതെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നു, വരാനുള്ള സാധ്യത എന്താണ്, അതിനുവേണ്ടിയാണ് പേജ്. ആളുകൾക്ക് പാമ്പുകളെ തിരിച്ചറിയാം, എങ്ങനെ വീടിന്റെ അകത്ത് വരും, എവിടെയൊക്കെ സൂക്ഷിക്കണം എന്നറിയാൻ വേണ്ടി തന്നെയാണ് ആ പേജ് വെച്ചേക്കുന്നത്. അതിലെല്ലാ ദിവസവും കിസ് ഉണ്ട്, ഡെയിലി കിസ് ഉണ്ട്. പാമ്പുകളെ തിരിച്ചറിയാൻ ഡെയിലി കിസ് ചെയ്യാറുണ്ട്. ഞാൻ എന്ത് യാത്രയിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കൂടുതൽ ആളുകളെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അണലിയും മലമ്പാമ്പും തമ്മിലുള്ള വ്യത്യാസം. ആളുകൾക്ക് മിക്കവാറും തെറ്റിപ്പോണ സാധനം ഇത് തന്നെയാണ്. ഇപ്പൊ കുറെ പേർക്ക് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന്റെ വീഡിയോസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാട്ടിക്കൂട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു അവയർനെസ് ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ട ഒരു പ്രത്യേകത. ചേട്ടൻ എങ്ങനെയാ ഈ ഒരു ഫീൽഡിലേക്ക് ശരിക്കും വന്നത്? എങ്ങനെയാ? അതൊരു സംഭവമാണ്, പറയുമ്പോ ചിരിക്കരുത്. ഇല്ല, എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു മേഖല അല്ലല്ലോ. ഒരു പാമ്പടി കിട്ടിയതിൽ നിന്നാണ് ഇതിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ രസമാണ്. അടിപൊളി. അതായത് 2018 നമ്മുടെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും വീടിന്റെ പുറകിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട്, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ക്ലീൻ ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഉമ്മ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ അതിന്റെ തൊട്ടിപ്പുറത്തെ റൂമിലുണ്ട്, ഉമ്മ അപ്പുറം ക്ലീൻ ചെയ്യുന്നത്. ഒരു വിളി കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു അണലിയുടെ കുഞ്ഞുമ്മടെ കാലിൽ കടിച്ചിട്ട് എഴിഞ്ഞു പോണതാണ്. ഹൈലി വെനമസാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന അണലിയാണ്. ഹീമോടോക്സിക് ആണ് വിഷം, നമ്മുടെ ഹാർട്ട് നിലക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ പാമ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കി പിന്നെ ഉമ്മേനെ കൊണ്ട് ബൈക്കിലിരുത്തി
നമ്മുടെ ലൂർദ് ഹോസ്പിറ്റൽ 5 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാമ്പുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. 2018 മുതലൊരു പഠനം തുടങ്ങി. പാമ്പുകൾ തിരിച്ചറിയണം ആദ്യം പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും പാമ്പുകൾ നമ്മളിവിടെ ഉണ്ടെന്നുള്ളതാണ്. എന്നാലും പെട്ടെന്ന് പിടിക്കാനൊക്കെ പേടിയുണ്ടാവും. അത് പറഞ്ഞുതരാം. അതിൽ ഒരു കാര്യം പറഞ്ഞുതരാം. 126+ പാമ്പുകൾ കേരളത്തിലുണ്ട്. അതിൽ 5 എണ്ണം മാത്രമേ നമുക്ക് വലിയ അപകടകരമായിട്ടുള്ളൂ, വിഷമുള്ളൂ. ബാക്കി ഭൂരിഭാഗം വിഷമില്ലാത്ത പാമ്പുകളാണ്. അതിനിങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും പാമ്പുകൾ നമ്മളിവിടെ ഒന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ സർപ്പയുടെ ആപ്പ് ഉണ്ട്, അതിൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ലൈസൻസ് കിട്ടി. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. പിന്നെ ഓരോരുത്തരുടെ കൂടെ പോയി ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചതാണ്. പിന്നെ സർക്കസ്, നേരെ പറഞ്ഞ സർക്കസ് കാണിക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സുരക്ഷയാണ്, അത് കഴിഞ്ഞ് കൂടെ നിൽക്കുന്നവരുടെ സുരക്ഷ, പിന്നെയാണ് തേർഡാണ് പാമ്പിൻ്റെ സുരക്ഷ. അവിടെ സർക്കസ് കാണിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടി കിട്ടും. ഒരിക്കലും അതിന് നിൽക്കാതെ പാമ്പിനെ നമ്മൾ നോക്കുക. എത്രയും വേഗം പിടിക്കാൻ പറ്റുമോ ഏറ്റവും എളുപ്പം, പാമ്പിനെ തൊടാതെ ഏറ്റവും എളുപ്പമായ രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സർക്കസ് കാണിക്കാൻ നിൽക്കുന്നവർക്കാണ് കൂടുതലും പ്രശ്നം വരുന്നത്. ഇപ്പോ പാമ്പുകൾ വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആവുമല്ലോ. പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പൊ ഈ പാമ്പ് വരുമ്പോ ഈ പാനിക്കായിട്ട് ഓടാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ കടി കൊള്ളാനുള്ള ചാൻസുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരിക്കലും പാമ്പ് ഓടി വന്ന് കടിക്കില്ല. അതിന്റെ ദേഹത്ത് ചവിട്ടുകയോ അല്ലെങ്കിൽ അതിന് അത്രത്തോളം ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് ത്രെട്ടായിട്ട് തോന്നിയാൽ മാത്രം കടിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇപ്പൊ ദൂരെ നിൽക്കുന്ന പാമ്പ് ഒരിക്കലും വന്ന് കടിക്കില്ല. ഒരു വീട്ടില് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ മുണ്ടമ്പാലത്ത് തന്നെയാണ്. അവര് ഒരു ഇതേപോലെ തന്നെ ഇതേ വലിപ്പമുള്ള മൂർക്കൻ വീടിന്റെ അകത്ത് അടുക്കളയിൽ കയറി പറ്റി. പക്ഷെ 2 ദിവസമാണ് കിട്ടിയില്ല. അങ്ങനെ 2ാമത്തെ ദിവസമായി ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് പറ്റിയ, ഡോറിന്റെ അകത്തുനിന്ന് ഈ വലിപ്പമുള്ള മൂർക്കൻ. അവർ പറയണേ അതിനെ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ കുഞ്ഞ് കൊച്ചു കുഞ്ഞാണ്, നടുക്ക് ഇങ്ങനെ ഹാളിലിരിക്കണം. പാമ്പ് വന്നിട്ട് അമ്മ ഓടി ആദ്യം ജനൽമ തൂങ്ങിന്നു. നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ആ കുഞ്ഞിനെ നോക്കണേ അവർ പേടിച്ചു. ഇങ്ങനത്തെ അവസരങ്ങൾ ജീവിതത്തിൽ വല്ലപ്പോഴും വരുള്ളൂ. എങ്കിലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമ്മുടെ ബോധത്തിലുള്ള ആ ഒരു കാര്യം. വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നർ റോഡ് മഞ്ഞുമലി, അത് ഇതേപോലെ തന്നെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ എൻ്റെ ബാത്ത് ഡബിലിട്ട് കുഞ്ഞിനെ, ചെറിയ ഡബിലെ കുഞ്ഞിനെ, അതിനെ കുളിപ്പിക്കാൻ വേണ്ടി അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മൂർക്കൻ, അത് വലിയ മൂർക്കനാണ്, 10 കടത്തി വന്നു. ഇവർ ഓടി ബാത്റൂമിൽ കയറി വാലടച്ചു. കുഞ്ഞില്ല. ഇപ്പോഴും അവർ ഇടയ്ക്കെനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അവർ കഴിഞ്ഞ ദിവസം പറയുകയാണെങ്കിൽ അന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാമ്പിനെ തല്ലിക്കൊല്ലും. അത് ഓരോരുത്തർ അന്നേരം ഒരു തീരുമാനമാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാമ്പ് വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കാം. വീടിനോട് ചേർന്ന് ഫുഡ് വേസ്റ്റുകളൊക്കെ ഇടുമ്പോഴാണ് എലി വരും, എലിനെ പിടിക്കാൻ പാമ്പ് വരും. ഇന്നിപ്പോ അതിന്റെ അകത്ത് കയറിയത് അതിന്റെ ഇര തേടി വന്നതാണ്, അത് ഒഴിവാക്കാം. വീടിന്റെ അകത്ത് പാമ്പിനെ കണ്ടാൽ നിങ്ങൾക്ക് സർപ്പയുടെ വോളണ്ടിയേഴ്സിനെ വിളിക്കാം. വെളുത്തുള്ളി മണ്ണെണ്ണ അത് ചതച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാരണം എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഇങ്ങനെ പാമ്പ് പറമ്പുള്ളതാണ്. അപ്പോൾ അച്ചാമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച്. 2 കാര്യം പറഞ്ഞുതരാം. റേഷൻ കടയുടെ അകത്ത് മണ്ണെട്ടാങ്കിന്റെ ഇടയിൽ നിന്ന് പാമ്പിനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അളിയന് ഹോൾസെയിലാണ്, അവരുടെ വെളുത്തുള്ളി വെക്കുന്ന ചാക്കിന്റെ ഇടയിൽ നിന്നാണ് അണലീനെ വിൽക്കാറ് അവർക്ക് കിട്ടുന്നത്. ഇത്രയും വലിയ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഇല്ല. ഇതാണ് കൃത്യമായിട്ടുള്ള കാര്യം. ഇതൊക്കെ എവിടെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായത്? അതായത് ഈ വെളുത്തുള്ളി അതാരോ ഉണ്ടാക്കിയിട്ട്, അതായത് ലോക്ക്ഡൌൺ ടൈമില് മറ്റേ കർപ്പൂരവും മറ്റേ ഏതോ ഒരു എണ്ണയും കൂടി മറ്റേ നമ്മുടെ ഗുഡ് നൈറ്റിന്റെ ആ ലിക്വിഡിന്റെ അതിലൊഴിച്ചു കഴിഞ്ഞാൽ കൊതുക് പോകുമെന്ന് പറഞ്ഞു. ആയുർവേദ കടകളിൽ മുഴുവൻ ആ എണ്ണയും തീർന്ന് കർപ്പൂരവും തീർന്ന്, പക്ഷെ കൊതുക് മാത്രം പോയില്ല. ആരോ ഒരാള് ഫേസ്ബുക്കിൽ എഴുതിയിടും. അന്ന് ഫേസ്ബുക്കില്ല, അതേപോലെ അന്ന് ആരോ പറഞ്ഞു വിട്ട കാര്യമാണ്. പക്ഷെ ഇത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഗുണമില്ല. മണ്ണെണ്ണ ഒഴിച്ചാൽ അതിന്റെ ദേഹത്ത് പൊള്ളലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും, വേറെ ഗുണമൊന്നുമില്ല. ഇപ്പൊ ഈ ചൂട് കൂടുതലുള്ള ഒരു സമയമാണല്ലോ, അതായത് പുറത്തേക്ക് ഇറങ്ങിയാലേ ചൂടാണ്. അപ്പൊ ഇവർക്കും അത് എഫക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാ അവര് ഇര തേടി പുറത്തേക്ക് വരാനുള്ളത്? കാടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൊണ്ട് വീടിന്റെ അകത്ത് സേഫ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതെങ്ങനെയാ? അത് നമ്മുടെ ബാത്റൂമിനോട് ചേർന്ന സ്ഥലങ്ങളിൽ തണുപ്പുണ്ടാവും. തണുപ്പ് തേടി ആ ഭാഗങ്ങൾ വരും. ബാത്റൂമിനൊക്കെ പുറത്തോട്ടുള്ള പൈപ്പ് ക്ലോസ്, അതായത് ഒരു വെള്ളം സെപ്പറേറ്റ് പൈപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ കയറി അകത്ത് കയറാം. അവിടെയാണ് കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ. പിന്നെ നല്ല തണലിലോടത്ത് വല്ലതും ചാരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയില്ല. ഇപ്പൊ ആ എക്സാമ്പിൾ ആ മൂലക്ക് കുറച്ച് സാധനങ്ങൾ മരങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ അതിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. ആ ഒരു ടെമ്പറേച്ചർ ഇപ്പോഴും 28-30 ഡിഗ്രി 28-30 ഡിഗ്രി ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ അവർ എപ്പോഴും
ആ ഭാഗങ്ങളുണ്ടാവും പിന്നെ ഇപ്പോ എന്താ പറയാ വിഷപ്പാമ്പുകൾ ഉണ്ടല്ലോ കിണറിന്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കാമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഇപ്പൊ കുറെ സ്ഥലത്ത് നിന്ന് ഇപ്പൊ പിടിക്കുന്നുണ്ടല്ലോ, ചൂട് കൂടുതലൊരു സമയം കൂടിയാ. അത് ചേട്ടൻ എന്താ പറയുന്നത് അതിനെ പറ്റി? ഇപ്പോ 2 ആഴ്ച മുമ്പ് ആലുവ നിർത്തുന്ന ഒരു കിണറിനകന്ന് അത് 2 ദിവസമായിട്ട് അതിന്റെ അകത്ത് വീണ് കിടക്കുന്നത്. പോയി നോക്കുമ്പോൾ കാണില്ലായിരുന്നു. അത് വിഷമില്ലാത്ത പാമ്പായിരുന്നു. അപ്പൊ അവര് ചോദിച്ച ചോദ്യത്തിന് അന്ന് ആ വീഡിയോയിലെ മറുപടിയും പറഞ്ഞു, ഇപ്പൊ കിണറ്റിൽ വീണ് ഒരു വിഷപ്പാമ്പ് വീണാൽ അത് ചത്ത് ചീഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം പിന്നെ ബ്ലീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയം വിഷമുള്ള പാമ്പ് വീണ് കഴിഞ്ഞുകൊണ്ട് അത് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ശരീരത്തിൽ ബാധിക്കില്ല. ധൈര്യമായിട്ട് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പാമ്പിന് പകയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇമോഷണലി ഒരു എന്താ പറയാ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കൂടി പാമ്പ് കാണിക്കാറില്ല എന്നുള്ളത്. ഇതൊക്കെ ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ടിട്ട് ആളുകളിലേക്ക് ഈ തെറ്റിദ്ധാരണ പടർത്തി കൊടുക്കുമ്പോഴേക്കും ഒരുപാട് എന്താ പറയാ പേടി വരാനോ അല്ലെങ്കിൽ പാമ്പിനെ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് കണ്ടിട്ട് അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നിട്ട് നമുക്ക് ഒരു പേടിയോടുകൂടി അതിനെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർപ്പ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക കൂട്ടായ്മ ഉണ്ട്. അപ്പൊ അവര് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? അതെ, 3000-ൽ പരം വോളണ്ടിയേഴ്സ് ഓൾ ഓവർ കേരളയാണ്. 1000-ൽ കൂടുതലുണ്ട്. അതില് ഓട്ടോ തൊഴിലാളിയുണ്ട്, ഡോക്ടറുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ബിസിനസ്മാൻ, അങ്ങനെ തുടങ്ങി സകല മേഖല ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇതിനുള്ള പാഷൻ്റെ പുറത്തുനിന്ന് നടക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് സ്കൂളുകളിൽ, പ്രത്യേകിച്ച് സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, പിന്നെ എന്തൊക്കെ ഈ പറഞ്ഞ പള്ളികൾ, എന്തൊക്കെ അമ്പലം, അങ്ങനത്തെ കൂട്ടായ്മകൾ അവിടെ വരുന്നു. അവിടെ എല്ലാം ക്ലാസ് എടുക്കാൻ വെച്ചാൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണം നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുണ്ടാവും. ഈ ഒരു 2.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് കഴിയുന്നതോടുകൂടി അതിലൊരു 90% കുറച്ച് പേര് എന്തായാലും മാറൂല, അത് എല്ലായിടത്തും അവരിൽ നല്ല മാറ്റം വരാറുണ്ട്. വീട്ടിൽ ചെന്നാലും അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ പേജിൽ സ്റ്റോറി ഇങ്ങനെ ഇന്ന സ്ഥലം നിന്നൊക്കെ പാമ്പെന്ന് എടുക്കുമ്പോൾ ചിലരും പറയാറുണ്ട്, ഞാനിപ്പോൾ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് കിടക്കാറുള്ളൂ, ഷൂ ഇടുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, വണ്ടിയിലെ ഹെൽമെറ്റ് ഞാൻ നോക്കാറുണ്ട് എന്നൊക്കെ പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതിനർത്ഥം ആ ഒരു മെസ്സേജ് അവരിലോട്ട് എത്തിയെന്നാണ്. ഇതേപോലെ സർപ്പ എന്നുള്ളത് ഈ വോളണ്ടിയേഴ്സ് കൊടുക്കുന്ന മെസ്സേജ് എല്ലായിടത്തും എത്തുന്നതുകൊണ്ട് ആളുകൾ നല്ല അവബോധമുണ്ട്. എങ്ങനെ പാമ്പ് എങ്ങനെ വരാം, വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ അവബോധം നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ചെവിയുടെ ഉള്ളിൽ ഒരു ചേച്ചിയുടെ പാമ്പ് കയറിയിട്ട് ആ പാമ്പിന്റെ തല എനിക്കൊന്നും ഇങ്ങനെ പുറത്തോട്ടാണ് നിൽക്കുന്നത്. അതെങ്ങനെ കയറി എന്നൊക്കെ ഉള്ളൊരു സംശയം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു സത്യാവസ്ഥ എന്താ? ശരിക്കും അങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എടുത്ത വലിപ്പത്തുള്ള ഒരു പാമ്പ് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. കണ്ണൂർ തലശ്ശേരി ലിബിന എന്ന പെൺകുട്ടിയുടെ ചെവിൻ്റെ അകത്ത് ഒരു പാമ്പ് കയറി എന്നുള്ള രീതിയിലാണ്. ഒരു ബഡ്സ് ഇട്ടാൽ അതിന്റെ പകുതി ഇവിടം വരെ പോകുള്ളൂ. അവിടെയാണ് ഈ നീളമുള്ള പാമ്പ് കയറി തിരിച്ചു വന്നു പറയുന്നത്. അത് കംബോഡിയ എന്നുള്ള സംഭവമാണ്. അവർ വൈറലാകാൻ വേണ്ടി പാമ്പിന്റെ തലയുടെ ഭാഗം കട്ട് ചെയ്ത് ചത്ത പാമ്പാണ്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത്. ഇത്രയും കയറ്റി, അതായത് ആ പാമ്പിന്റെ തല മുതൽ ഇത്രയുള്ള ഭാഗം ഇവിടെ കയറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും. പക്ഷെ ഇവിടുത്തെ അല്ലാതെ അത് 2024 വീഡിയോ വന്നിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പേജിൽ. ആ വീഡിയോയിലെ കമന്റിൽ ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. 2024 ഇതേ വീഡിയോ വന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. പാമ്പ് വരാതിരിക്കാൻ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മളൊരു എന്താ പറയാ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാ. പാമ്പിന്റെ മെയിൻ ഭക്ഷണം എലിയാണ്. എലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം പാമ്പുകളുണ്ടാറുണ്ട്. നമ്മൾ എടുക്കുന്ന ചില വീഡിയോകൾ ഞാൻ ലൈവ് ഇടാറില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള അവസ്ഥ നമുക്ക് കാണുമ്പോൾ ചില വീടുകളൊക്കെ ചില ബുദ്ധിമാനുള്ളവർ ചില വീട്ടിലൊക്കെ പോയി പാമ്പിനെ എടുത്തിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കാണ്ട് ഫുഡ് വേസ്റ്റ് കൂട്ടിയിട്ട് നിറയെ എലി ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ കൂടെ എലി ഓട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട്. 2 സ്ഥലത്ത് എനിക്ക് അനുഭവം. പക്ഷെ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഈ എലി വരുന്നതിനനുസരിച്ച് പാമ്പുകൾ വീണ്ടും വരും. പാമ്പുകൾ മാത്രമല്ല ബാക്കി ജീവികളുണ്ട്. അതൊന്നാമത്തെ കാര്യം. എലി ഫുഡ് വേസ്റ്റുകൾ ഇടുന്നത് ഒഴിവാക്കുക. അതൊന്ന്. വീടിന് ചുറ്റും മാളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ വീടിന് ചുറ്റും മാളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടച്ചു വെക്കാം. ഈ മാളങ്ങൾ ഉണ്ടാക്കുന്ന എലിയാണ്. എലിനെ തപ്പി പാമ്പ് അകത്തോട്ട് പോകും. അതിനവിടെ നല്ല സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എലി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൂടും. എലി അതിൻ്റെ അകത്ത് കയറി കഴിയുന്ന വെച്ചാൽ വീടിൻ്റെ അടിഭാഗം തുറക്കും. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. അതുണ്ട്. പിന്നെ ഇവർക്ക് ഒളിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെ, അതായത് പാമ്പുകളിനെ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കണേണ്, ഇവിടെ നോക്കിയാൽ അറ്റം വരെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന സാഹചര്യമാണ് പാമ്പ്. ഇവരെപ്പോഴും ഒരു മറ പറ്റിയേ നിൽക്കുള്ളൂ. ഒരു ഇലയാണെങ്കിൽ കൂടി, ഒരു കുപ്പിയുടെ മൂടിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചുറ്റിരിക്കും, അവിടെ ചുറ്റിരിക്കും. നമ്മളിൽ നിന്ന് എപ്പോഴും അകന്ന് നിൽക്കാനേ നോക്കുള്ളൂ. ഒളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ചേട്ടന് ഏറ്റവും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവമോ കാര്യങ്ങളോ ഉണ്ടോ? അല്ലെങ്കിൽ ഇത്തിരി പേടിച്ചു പോയിട്ടുള്ള ഒരു സന്ദർഭമോ കാര്യങ്ങളോ ഉണ്ടോ? പേടിച്ചതുണ്ടായിട്ടുണ്ട്. നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത്
എളമക്കരയിൽ ഒരു അണലീൻ്റെ കേസ്. അവര് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, എന്നോട് പറഞ്ഞാലുള്ളൊരു തെറ്റുണ്ടായി. അത് പറഞ്ഞ് വട്ടത്തിൽ വളയുള്ള പാമ്പെന്ന് പറഞ്ഞു. അപ്പോൾ ചുവർപ്പാമ്പ് ആവശ്യമില്ലാത്ത പാമ്പാന്നുള്ള മുൻധാരണയോടുകൂടി ഞാനിങ്ങനെ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ കൈ മാറ്റുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു അണലിയാണ്. അണലിയുടെ അറിയാലോ, പുള്ളി ചാടിക്കടിക്കും. ആ ഒരു അറ്റ സെക്കൻഡിൽ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് കൂടി പിന്നെ ഏത് പാമ്പെന്ന് പറഞ്ഞാലും നമ്മൾ ആ മുൻധാരണ മാറ്റി വിഷമുള്ളതാണെങ്കിൽ ആ രീതിയിലേ പോകുള്ളൂ. പിന്നെ ഒരു അനുഭവം ഈ അടുത്തൊരു വീട്ടിൽ റെസ്ക്യൂ പോയപ്പോഴാണ്. വളരെ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഓടിട്ട വീട്, വളരെ അതായത് ഇടിഞ്ഞു പൊളിഞ്ഞാറിയ വീടാണ്. അവരുടെ അടുക്കളയിൽ നിന്ന് ഒരു ഹോള് പോയിട്ട് ബെഡ്റൂമിൻ്റെ അകത്ത് വരെ ഉണ്ട് എലി മാന്തിയിട്ട്. അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ആ ചേട്ടൻ, ചേച്ചി, ആ അമ്മയുണ്ട്. അവർ നമ്മൾ കുടുംബമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ഒറ്റ ഒരു മുറി 2 മുറി ഹാളുള്ള വീട്ടിൽ ആണ് അവർ ജീവിക്കുന്നത്. അതിനെ എന്തൊക്കെ ചെയ്താലും തറ പൊളിക്കാണ്ട് പാമ്പിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഭാഗം അടച്ചിട്ട് പോരാന്ന് മാത്രമേ ഉള്ളൂ. അടച്ചിട്ട് പോരുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാറുമില്ല. നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ് ഉള്ളത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബോധ്യമാണ്. പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് രാജവെമ്പാല. രാജവെമ്പാല റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അകുമ്പേല് പുള്ളി അജയഗിരിയുടെ കൂടെ പോയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഭാഗത്ത് ഇല്ല. പിന്നെ പിടിച്ച മലമ്പാമ്പ് അത്യാവശ്യം നല്ല നീളം വണ്ണമുള്ള മലമ്പ് കളമശ്ശേരിന്ന് പിടിച്ചിട്ടുണ്ട്. മൂർഖനെ കിട്ടാറുണ്ട്, നല്ല വെയിറ്റുള്ള അണലീനെ കിട്ടിയിട്ടുണ്ട്, ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ ആലുവയില് ദിലീപേന്റെ വീട്ടിൽ നിന്ന്, സിനിമ ദിലീപേന്റെ വീട്ടിൽ നിന്ന് ഒരു മലമ്പാമ്പിനെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇപ്പൊ 1 വർഷമാണ്, കഴിഞ്ഞ വർഷം എടുത്തത്. അവരവിടെ വീട്ടില് കാർ പോർച്ചിൽ മലമ്പാമ്പിനെ കാണുന്നു പറഞ്ഞ് ആദ്യം വിളിച്ചു. ഞാൻ ദിലീപ്. അപ്പോൾ ഏത് ദിലീപാന്ന് വെച്ചു, എനിക്ക് നമ്പറൊന്നും അറിയില്ല. ദിലീപ് എൻ്റെ വീട്ടിലൊരു പാമ്പുണ്ട്, വലിയ കാട്ട പാമ്പാണ്, ഒന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞ് ഞാൻ വരാം. അന്നപ്പോൾ ആലുവയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഓടിപ്പോയതാണ്. അതിനെ പോയി പിടിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും സംശയം സ്റ്റാറ്റസ് ഇട്ടു. എല്ലാ സംശയം കാവ്യനെ കണ്ടോന്ന്, കാവ്യമോദനെ കണ്ടോന്ന്. കാരണം ഇപ്പോഴും ആളുകളില് കാവ്യമോദൻ ഒരു താരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതെ, കാവ്യമോദനാണ് നാരംകൊള്ളം കൊണ്ട് എനിക്ക് തന്നെന്ന് നിർത്തി. അത് കൊള്ളാം. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, ചേട്ടൻ ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ, അത് സൈഡ് ആയിട്ടാണ്? ബിസിനസ് ആണ് കാര്യം. ഇതൊരു വോളണ്ടറി സർവീസ് ആണ്. സർപ്പയുടെ സേവനം എന്ന് വെച്ചാൽ വോളണ്ടറി ആണ്. നിങ്ങൾക്ക് ഏത് നിമിഷം സർപ്പ എന്നൊരു ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വൈൽഡ് വാച്ച്. അത് ആൻഡ്രോയിഡിലുണ്ട്, ഐഫോണുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി ആസ് യൂഷ്വൽ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. വീട്ടിൽ പാമ്പിനെ കണ്ട ആ സംഗതി നമ്മൾ റിപ്പോർട്ട് ചെയ്യൽ, അല്ലെങ്കിൽ അടുത്തുള്ള GPS ബേസിലാണ്. ഇപ്പം നിങ്ങളിപ്പോൾ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ ഇപ്പം തൊട്ടടുത്തുള്ളത് എന്നെ കാണിക്കും, പിന്നെ വേറെ അടുത്തുള്ളവരൊക്കെ കാണിക്കും. നമ്പർ എടുത്ത് ഡയറക്റ്റ് വിളിക്കാം, അങ്ങനെ സംവിധാനമുണ്ട്. അല്ലാണ്ട് കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിനകത്തൊന്നും പെടാത്ത, എന്താ പറയാ, നേരത്തെ മുതൽ ഇങ്ങനെ പാമ്പ് പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും തന്നെ ഇപ്പൊ സീനിലില്ല. ഇല്ല, ഈ ഒരു സിനിമയിലില്ല. ഇവര് സിനിമയിലില്ല. കാരണം അത് ഈ രീതിയിൽ പിടിക്കാനായി പിടിച്ചോ. അല്ലാതെ പണ്ടത്തെ പോലെ പാമ്പിനെ എടുത്ത് ഒപ്പന കളിക്കാനും മൊത്തം വെക്കാനാണ് വേണ്ട. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. ഷെഡ്യൂളിലുള്ള ജീവി ആയതുകൊണ്ട് ഈ സാധനത്തിനെ വെച്ച് കളിച്ചാൽ കേസാവും. അതുകൊണ്ട് ഇപ്പൊ പലരും ഇല്ല, ഇപ്പൊ കേരളത്തിന് പുറത്തു പോയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കേരളത്തിൽ വെച്ചാൽ പരിപാടി നടക്കൂല. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആളുകളുടെ സ്നേക്ക് ബൈറ്റ് കേസ് കുറക്കാൻ, മരണം കുറക്കുക. അതാണ് നമ്മുടെ വെച്ചാൽ കേരള സർക്കാരിന്റെ സർപ്പയുടെ ലക്ഷ്യം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി എന്താ പറയാ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. സപ്പോർട്ടാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇല്ല, മിക്കവരും അവരവരുടെ ജോലി കളഞ്ഞിട്ടൊക്കെയാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഓഫീസിൽ തിരക്കിന്റെ ഇടയിലാണ് ഇവിടെ വന്നത്. അവർക്ക് കുറച്ച് സപ്പോർട്ട് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. കാണാം.